ഈ UDF ക്യാമ്പിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളൊക്കെ നോക്കൂ. അത് ആര്യാടൻ ഷൗക്കത്ത് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഗുണകരമായ രീതിയിൽ അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണോ? ഇപ്പോൾ ഇവിടെ നേരത്തെ ജയ്ക്ക് ചൂണ്ടിക്കാട്ടിയ കാര്യം KC വേണുഗോപാൽ MP യെക്കുറിച്ചാണ്, ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാംഗം എന്ന് പറഞ്ഞത്. അദ്ദേഹം ഈ ക്ഷേമ പെൻഷൻകാരെക്കുറിച്ച് പറഞ്ഞത് ഇന്നും അവിടെ മാധ്യമ ചർച്ചകളിൽ, ഞങ്ങളുടെ ചർച്ചകളിൽ മാത്രമല്ല കേട്ടോ, പല ചർച്ചകളിലും ആളുകൾ വന്നിട്ട് പറയുകയാണ്, എന്തൊരു കഷ്ടമാണ്, ഞങ്ങളെ കൈക്കൂലിക്കാരായി കാണുന്നു. അതിതുവരെ തിരുത്തിയിട്ടില്ല. ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവരെ വോട്ടിന് വേണ്ടി LDF ഉപയോഗപ്പെടുത്തുകയാണ്, കൈക്കൂലിക്കാരാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം മാത്രം ഉണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ മുസ്ലിം ലീഗിൻ്റെ? KC വേണുഗോപാൽ പറഞ്ഞത് എന്താണ്? അത് കൃത്യമായി അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ എടുക്കുക. ക്ഷേമ പെൻഷൻ ആ ഗുണഭോക്താക്കളുടെ അർഹതയാണ്, അവരുടെ അവകാശമാണ്. അത് ഡിലേ ആക്കുക. എന്നിട്ടോ ഇത്തരത്തിൽ ഗവൺമെൻറ്റിന് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളൊക്കെ കണ്ട് ആ സമയത്ത് അതൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കുക. അത് അവരോട് ചെയ്യുന്ന തെറ്റാണ്. അവർക്ക് ഓരോ മാസത്തെ പെൻഷൻ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഈ ഫേസ്ബുക്കിലൊക്കെ ഉള്ള ആളാണല്ലോ, കാണുന്നുണ്ടോ ഫേസ്ബുക്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ 18 മാസത്തോളം കൊടുക്കാതിരുന്നത് അപ്പോൾ ഈ വോട്ട് വാങ്ങാതിരിക്കാനാണ് എന്നൊക്കെ ട്രോളുന്നുണ്ട് ആളുകൾ. ഞാൻ ഒന്ന് പറയട്ടെ, അതൊക്കെ നിങ്ങളും CPMൻ്റെ പ്രതിനിധിയും പറയുന്ന കള്ളക്കണക്കുകളാണ്. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് കറക്റ്റുണ്ട്. ക്ഷേമ പെൻഷനെക്കുറിച്ച് ഗവൺമെൻറ് വെബ്സൈറ്റിൽ തന്നെ പോയി വളരെ കൃത്യമായി നോക്കിയാൽ എല്ലാം മനസ്സിലാവും. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ആദ്യങ്ങൾ മനസ്സിലാക്കി. അതായത് ഈ വിഷയത്തിലൊക്കെ ഈ അർഹതപ്പെട്ടവർക്ക് അതാത് മാസം, ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്, ഒരുപാട് സ്വപ്നം കാണുകയാണ്. ഈ പെൻഷൻ കിട്ടിയിട്ട് തരാം, അവിടുന്ന് വാങ്ങുന്നു, പെൻഷൻ കിട്ടിയിട്ട് തരാം, റേഷൻ ഷാപ്പിൽ നിന്ന് പെൻഷൻ കിട്ടിയിട്ട് തരാം. ആ പെൻഷൻ ഇവിടെ എന്ത് ചെയ്യുക, മനഃപൂർവ്വം കൊടുക്കാതിരുന്നിട്ട് തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇത് ഒരുമിച്ച് കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഇത് അവരുടെ അർഹിക്കുന്ന സംഭവിച്ചത്. എന്നിട്ടോ ആവശ്യം വരുമ്പോൾ കൊടുക്കുക. അല്ല അങ്ങനെ തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അതിൻ്റെ സൈറ്റിൽ നിങ്ങളൊന്ന് പോകും. അല്ല, നമ്മുടെ മുമ്പിൽ തെളിവുണ്ടല്ലോ. ഇനി ഫേസ്ബുക്കിൽ അതിനെ കുറിച്ചിട്ട് ഉണ്ട്, ധാരാളം ഉണ്ട്. ഒരു മിനിറ്റ്, എന്തിനാ ഈ 2 മാസത്തെ എന്തിനാ കുടിശ്ശിക വെച്ച എന്തിനാ? അല്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് അടുത്ത കാലത്ത് അതല്ല ഇനി നോക്കണ്ടി, ഇനി ഒന്നും കൊടുക്കൂല. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ ഇങ്ങോട്ട് എല്ലുമാട് കൂടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ അതിൻ്റെ മൂട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പം എന്താണ്, കുറച്ച് കൂടുതൽ പൈസ ആ ടൈമിലാണ്ട് കിട്ടുമ്പോൾ അങ്ങനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മൂട്ടിൽ വാങ്ങുന്ന പാവങ്ങളൊക്കെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാതെ പോയി ഇവർക്ക് വോട്ട് ചെയ്യും, അത് കൈക്കൂലിയായി വരും എന്ന് നിങ്ങൾ പറയുകയാണ്. ഇപ്പോഴും വീണ്ടും കൈക്കൂലിക്കാരായിട്ട് വീണ്ടും കാണുകയാണ്. അതായത് അതായത് ഇത് കൊടുക്കുന്നത്, അതായത് ഇത് അർഹിക്കുന്ന സമയത്ത് കൊടുക്കാതെ അത് ഡിലേ ആക്കുന്നു, ഇങ്ങോട്ട് ഒരുമിച്ച് കൊണ്ടുപോയി ഒരു പ്രത്യേക ഘട്ടത്തിൽ കൊടുക്കുന്നു. ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും നിങ്ങൾ നോക്കിക്കൊണ്ടേ. ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ട് എന്താണ് LDF ആ അർത്ഥത്തിൽ വോട്ട് ഗുണമുണ്ടായോ? നിങ്ങൾ ഈ പറയുന്നതൊക്കെ വെറുതെ അല്ലേ? നിങ്ങളുടെ ആളുകൾ വന്നിട്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ വന്നിട്ട് പറയുകയാണ്, ഇതൊക്കെ ഞങ്ങൾ ഈ കാര്യത്തിലൊക്കെ പുനർ ഡിസൈനിങ് ഉണ്ടാക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പണ്ട് MMSN പറഞ്ഞതാണ്, അതൊക്കെ ഞങ്ങൾ നിർത്തലാക്കും എന്ന് ഇന്നും പറഞ്ഞു. ഞങ്ങളുടെ പടക്കളം പരിപാടിയിൽ പങ്കെടുത്ത UDF പ്രതിനിധി പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? ജനങ്ങൾ അതെങ്ങനെ കാണുന്നു എന്നുള്ളത് നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ലാതായിട്ടുണ്ടോ? അതോ അത്രയ്ക്ക് നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണോ? അതായത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഒരുപാട് കാരുണ്യ പദ്ധതികളുണ്ടായിരുന്നു. എത്രയോ കാരുണ്യ പദ്ധതി, കുട്ടികൾക്കുള്ളത്, മറ്റുള്ളവർക്കുള്ളത് ധാരാളം. അതൊക്കെ നിങ്ങളൊന്നും ഇല്ലാതാക്കിയതാണ്. ആ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോയാൽ ഒരുപാട് പോകേണ്ടി വരും. നിങ്ങൾക്കിപ്പോൾ പ്രശ്നം നിലമ്പൂരിലെ ഇലക്ഷനല്ലേ? നിലമ്പൂർ ഇലക്ഷനിൽ ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുക, അതിൽ നിങ്ങൾ ഇടപെടില്ലേ? ഇവിടെ PV അൻവർ ആരാ വോട്ടാ പിടിക്കുക? അതാണ് വലിയ പ്രശ്നം. മുമ്പ് PV അൻവർ ആരുടെ വോട്ടാണ് പിടിച്ചതെന്ന് പരിശോധിക്കുക. ഏറനാട് മണ്ഡലത്തിൽ 2200 വോട്ടാണ് ഇടതുപക്ഷത്തിന് ഒരു നിയോജകമണ്ഡലത്തിൽ കിട്ടുന്നത്.
കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യ ഒരു നിയോജക മണ്ഡലത്തിലേ. എന്താ ഇതിന് കാരണം? കംപ്ലീറ്റ് CPIക്ക് കൊടുത്ത സീറ്റാണ്. ഏറനാട് മണ്ഡലത്തിലെ സർവ്വ CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിമാരെയും ചില്ലറ കൊടുത്ത് അൻവർ പർച്ചേസ് ചെയ്തു. അതാണ് 46,000 വോട്ട് കിട്ടിയത്. ഇടതു മുന്നണിയുടെ CPI സ്ഥാനാർത്ഥി ഒരു 2000 ചില്ലാനും വോട്ടിലേക്ക് മാറിയത്. അൻവറിനറിയാം CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിമാരെ എങ്ങനെ വശത്താക്കണം എന്നത്. അത് അൻവറിന് അത് മാത്രമല്ല, നിങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കില്ല എന്ന് അദ്ദേഹം ഇപ്പൊ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പിടിക്കണം എന്നറിയാം. ഞാൻ വരാം ഷാഫി ചാലിയം, നമുക്ക് വരാം, അതിലേക്ക് വരാം. ഞാൻ ഒരു മിനിറ്റ് ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. അല്ല ഒരു മിനിറ്റ് മാത്രം. നിങ്ങൾക്ക് ഒരു തോന്നലുണ്ട് ആര്യാടൻ ഷൗക്കത്തിനെതിരെ മുസ്ലിം ലീഗുകാർ ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്നത് പല ചർച്ചയിലും പറയുന്നുണ്ട്. നിങ്ങളൊന്നും മനസ്സിലാക്കണം. മുസ്ലിം ലീഗിൻ്റെ ആളുകളെ സംബന്ധിച്ച് മുസ്ലിം ലീഗിൻ്റെ ഒരു ചരിത്രത്തിൽ നോക്കിയാൽ മുസ്ലിം ലീഗ് വിശ്വാസവഞ്ചന നടത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുനാഫിക്ക് എന്നാണ്. അറബിയിൽ അതാണ് പറയുക. വ്യഭിചാരം നടത്തിയവനും കൊലപാതകം ചെയ്തതിനും പോലും മാപ്പുണ്ട്, മുനാഫിക്കിന് മാപ്പില്ല. വിശ്വാസവഞ്ചന നടത്തിയാൽ അള്ളാഹുവെങ്കിൽ മതപരമായി കുറ്റമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയെ ഞങ്ങളുടെ പാർട്ടിയിലുള്ളത്. അത് മനസ്സിലാക്കണം. തീർച്ചയായും ആര്യാടെ സൗഖ്യത്തിനോട് താല്പര്യമില്ലെങ്കിൽ ചിലപ്പോൾ അവൻ വോട്ട് ചെയ്യാൻ വരില്ല, ചിലപ്പോൾ വരില്ലായിരിക്കും. പക്ഷേ വരികയാണെങ്കിൽ ആര്യാടനെ ചെയ്യൂ. അതാണ് ലീഗ്. അവന്റെ പരലോക ജീവിതാ പോവുക. എം സ്വരാജ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസം എം സ്വരാജിനെ കുറിച്ച് ഏറ്റവും നല്ല സത്യസന്ധമായ ഒരു പ്രതികരണം നടത്തിയ ആളാണ് മാധ്യമങ്ങളിലൂടെ ശ്രീ ഷാഫി ചാലിയം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ഞാൻ അതേ അർത്ഥത്തിൽ തന്നെ നല്ലൊരു വിശകലനത്തിന് വേണ്ടി എടുക്കുകയാണ്.